ക്യൂട്ടീസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഒരു കീറ്റോ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഒരു കുക്കിംഗ് വീഡിയോ ആണ്. നമ്മുടെ കോളിഫ്ലവർ കേർഡ് റൈസും പിന്നെ കീറ്റോയിൽ കഴിക്കാൻ പറ്റുന്ന ഒരു ലെമൺ പിക്കിളും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. അപ്പോൾ അതിനാദ്യമായിട്ട് നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണയാണ് കേട്ടോ. അപ്പോൾ രണ്ട് റെസിപ്പീസിനും കൂടെ ഉള്ളതാണ് പറയുന്നത്. വെളിച്ചെണ്ണയാണ് നമ്മൾ കീറ്റോയിൽ കൂടുതൽ എടുക്കേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ക്യാരറ്റ് മാത്രമേ അലൗഡ് ഉള്ളൂ, അതുകൊണ്ടാണ് കുറച്ചെടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ രണ്ട് നമ്മുടെ കൊണ്ടാട്ടമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പില, ആവശ്യത്തിന് മല്ലിയില എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മുടെ കേർഡ് റൈസിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ക്യാരറ്റ് എടുക്കുമ്പോൾ വളരെ കുറച്ച് മാത്രമാണ് നമുക്ക് ഒരു ദിവസം യൂസ് ചെയ്യാൻ പറ്റുക. പിന്നെ കുറച്ച് നമ്മുടെ കപ്പലണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതും വളരെ കുറച്ച് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. പിന്നെ ഞാനിവിടെ കടുകും നമ്മുടെ ഉഴുന്നുണ്ടല്ലോ, സ്പ്ലിറ്റ് ആയിട്ടുള്ള ഉഴുന്നും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കേർഡ് റൈസിന് ഉഴുന്ന് കുറച്ചിടുകയാണെങ്കിൽ കടിക്കാൻ കിട്ടുന്ന ഭയങ്കര നല്ലതാണ്. അപ്പോൾ കീറ്റോ റെസിപ്പീസിൽ റൈസിന് പകരമായിട്ട് എടുക്കുന്ന കോളിഫ്ലവർ ആണ്. അപ്പോൾ അത് ഞാൻ ഒരു കോളിഫ്ലവറിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കേർഡ് റൈസിന് ഓഫ് കോഴ്സ് നമുക്ക് പുളിയില്ലാത്ത തൈര്, കട്ടി തൈര് ആവശ്യമാണ് കേട്ടോ. അപ്പോൾ കോളിഫ്ലവർ വേവിക്കാനായിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് ഉപ്പൊന്ന് ആദ്യം നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഈ വെള്ളത്തിലേക്ക് നമ്മൾ ഒന്നോ രണ്ടോ വട്ടം ഒന്ന് കഴുകി വെച്ച കോളിഫ്ലവർ ഇടുക. ഇതൊന്ന് നല്ല രീതിയിൽ വേവിച്ചെടുക്കുക കേട്ടോ. ഒരു 10-15 മിനിറ്റോളം തീ കുറച്ചിട്ടിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചാണ് നമ്മളിത് എടുക്കേണ്ടത്. എന്നിട്ട് ഈ വെള്ളം നമ്മൾ ഊറ്റി കളയുമ്പോഴത്തേക്ക് ഈ കോളിഫ്ലവർ വേവുമ്പോൾ ഉള്ളൊരു വല്ലാത്ത സ്മെല്ലുണ്ടല്ലോ, അത് നമുക്ക് ഇല്ലാതായി കിട്ടും കേട്ടോ. അതിനാണ് തീ ഏറ്റവും കുറച്ചിട്ട് ഒരു 15 മിനിറ്റ് വേവിച്ചിട്ട് ഇതേപോലെ ഒന്ന് ഊറ്റിയെടുക്കുക. നമുക്ക് വെള്ളം വേണ്ടല്ലോ, വെള്ളം നമ്മൾ ആ ഊറ്റിയ വെള്ളം കളയുക. അതിലാകുമ്പോൾ ആ സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ കോളിഫ്ലവറിൻ്റെ ഒക്കെ അതിൽ പോയിക്കോളൂ കേട്ടോ. എന്നിട്ട് ഇത് ഒരു വെള്ളത്തിലൊന്ന് വാഷ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇത് നമ്മൾ മിക്സിയിലിട്ടിട്ട് നല്ല രീതിയിൽ അരച്ചിങ്ങനെ എടുക്കണം കേട്ടോ. അപ്പോൾ തരിയിലേക്കാളും കുറച്ചും കൂടെ നന്നായിട്ട് അരച്ചെടുക്കുക. കാരണം നമ്മുടെ കേർഡ് റൈസിൽ അരി നല്ല വെന്ത അരിയാണ് ഈ തമിഴ്നാട്ടിലൊക്കെ യൂസ് ചെയ്യുന്നത്. നല്ല കുഴച്ചാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് അതേപോലെ വേണമല്ലോ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നല്ല കട്ട തൈര് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ തൈര് ഒരു അളവനുസരിച്ച് നമ്മൾ ഇതിലെടുക്കുക. ഞാനിവിടെ ഒരു വലിയ സ്പൂണിന് ഒരു 3 സ്പൂൺ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കേർഡ് റൈസ് ആയതുകൊണ്ട് തന്നെ നല്ല തൈര് ചേർക്കുക. എന്നിട്ട് ഇത് രണ്ടും കൊണ്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് ആ കോളിഫ്ലവർ അതായിട്ട് നല്ല രീതിയിലാവുന്നുണ്ട്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ല രീതിയിൽ കോളിഫ്ലവർ അരച്ചെടുക്കണമെന്ന്. കാരണം തൈരായിട്ട് മിക്സ് ആകുമ്പോൾ അത് വിട്ട് വരാൻ തുടങ്ങും. അപ്പം നല്ല രീതിയിൽ അരച്ച് ഇതേ രീതിയിലാണല്ലോ നമ്മുടെ കേർഡ് റൈസും ഇരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ഒന്ന് ജോയിൻ ആയിട്ട് ഇരിപ്പുണ്ട്. ഇനി അതിലേക്ക് താളിച്ച് ഒഴിക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ തന്നെ എടുക്കുക. റിഫൈൻ ഓയിൽ കീറ്റോയ്ക്ക് യൂസ് ചെയ്യാൻ പാടില്ല. ഇതിലേക്ക് ഒരു സ്പെഷ്യൽ ആയിട്ടാണ് കേട്ടോ ഈ കൊണ്ടാട്ടമുളക് ഇട്ടൊന്ന് വറുത്തെടുത്ത് മാറ്റി വെക്കുക. ഇതിന് പകരം നിങ്ങളുടെ കയ്യിൽ നോർമൽ ഉണക്കമുളകാണെങ്കിൽ അത് ഇട്ടാൽ മതി. പക്ഷേ കൊണ്ടാട്ടമുളക് ഒന്നും കൂടെ ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് കടുക് പൊട്ടിച്ചു. കടുകും ഉഴുന്നും പൊട്ടി കഴിയുമ്പോഴത്തേക്ക് കുറച്ച് കപ്പലണ്ടി ഇടുക. അത് അങ്ങോട്ടും ഇങ്ങോട്ടും കടിക്കാൻ കിട്ടുന്ന ഭയങ്കര ടേസ്റ്റാണ്. കപ്പലണ്ടി ഒന്ന് വെന്ത് വരുമ്പോൾ കരിയാൻ പാടില്ല കേട്ടോ. നമ്മൾ കറിവേപ്പിലയും അതേപോലെ തന്നെ ക്യാരറ്റും ഇട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കാരണം എനിക്ക് ക്യാരറ്റിൻ്റെ പച്ച സ്മെല്ല് ഇഷ്ടമല്ല, അതുകൊണ്ടാണ്. എന്നിട്ട് ആ കൊണ്ടാട്ടമുളക് ആദ്യം നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന കേർഡ് റൈസിലേക്ക് നല്ലതായിട്ടൊന്ന് പൊടിച്ചിടുക. ഇതിലേക്ക് നമ്മളൊരു ചെറിയ ബട്ടർ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതൊക്കെ ഇതിന് ടേസ്റ്റ് കൂട്ടാനായിട്ടുള്ള ടിപ്പാണ് കേട്ടോ. ചെറിയ ബട്ടർ ഒരു ഇച്ചിരി എടുത്തിട്ടാൽ മതി കേട്ടോ. എന്നിട്ട് നമ്മളിത് ആ വറുത്ത് വെച്ചിരിക്കുന്ന സംഭവങ്ങളും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. ഇതിൽ എസൻസ് ഒക്കെ പിടിക്കട്ടെ. ഒരു 10-20 മിനിറ്റ് ഇത് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ കേട്ടോ. എന്നിട്ട് ബാക്കി ചെയ്യാവേ. ഉപ്പ് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് ചെയ്യണേ. അപ്പോൾ ഇത് നാരങ്ങയാണ്. ഞാൻ 2 ദിവസം മുന്നേ നാരങ്ങ എടുത്തിട്ട് അരിഞ്ഞ് ഉപ്പിട്ട് വെച്ചിരുന്ന നാരങ്ങയാണ് പുറത്ത് കേട്ടോ. അപ്പോൾ നമ്മളിത് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടി കഴിയുമ്പം അതിലേക്ക് വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞതും പിന്നെ അതേപോലെ നമ്മുടെ ഇതുണ്ടല്ലോ, എന്തായിരുന്നു, മുളക് നീളത്തിലരിഞ്ഞതും, ഇഞ്ചി ഇട്ടിട്ടില്ല കേട്ടോ. ഇതിലേക്ക് ഒരു 3-4 കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് ഒന്ന് ഈ വെളിച്ചെണ്ണയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മളിത് ഫുള്ളും കൂടെ ഒരു ദിവസമല്ല എടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയിൽ തന്നെ ഇത് ചെയ്യാം കേട്ടോ. കുഴപ്പമൊന്നുമില്ല. കീറ്റോയിൽ വെളിച്ചെണ്ണയൊക്കെ നമുക്ക് അലൗഡാണ്. അപ്പോൾ അതൊന്ന് മൂത്ത് വരണം, കരിയാൻ പാടില്ല. തീ ഭയങ്കരമായിട്ട് കുറച്ചിട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ അധികം മസാലാസ് ഒന്നും ചേർക്കുന്നില്ല, അതുകൊണ്ട് മുളക് പൊടി ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ആ 2 ദിവസം ഉപ്പിട്ട് വെച്ചിരുന്ന നാരങ്ങ ഉണ്ടല്ലോ, പുറത്ത് തന്നെയായിരുന്നു കേട്ടോ ഞാൻ വെച്ചത്. വെള്ളമൊന്നും വീഴാതെ വേണം ഇത് വെക്കാൻ, ഇല്ലെങ്കിൽ പൂത്തും. അതിട്ടിട്ട് നന്നായിട്ട് തീ കുറച്ചൊന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒരു അടപ്പെടുത്ത് വെച്ച് അടച്ച് ഒരു 5 മിനിറ്റോളം അടച്ച് വെച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൽ നിന്ന് നിറയെ വെള്ളം ഇങ്ങനെ വരും കേട്ടോ. ഈ വെള്ളത്തിലിരുന്ന് വീണ്ടും ഇത് നന്നായിട്ടൊന്ന് വേവണം. നമ്മൾ സാധാരണ ആവിയിൽ വേവിച്ചിട്ട് ഈ നാരങ്ങ അച്ചാറിടാറുണ്ട്. പക്ഷെ നമുക്കിതിലിങ്ങനെ വെള്ളമോ അല്ലെങ്കിൽ
പഞ്ചസാര ഒന്നും ചേർത്ത് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒന്ന് സോഫ്റ്റ് ആവാൻ ഇങ്ങനെ വെക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് ആയി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ആവശ്യത്തിന് വിനാഗിരി ചേർക്കുക. എന്നിട്ട് ഇതേ ഒന്ന് ചൂടായി മിക്സ് ചെയ്ത് ഇതേ രീതിയിൽ അളുത്തല്ല കേട്ടോ, അലിഞ്ഞ് വരുമ്പോൾ എടുത്ത് മാറ്റി വെക്കുക കേട്ടോ. ഒട്ടും കയ്പുണ്ടാവില്ലേ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത്രയാണ് നമുക്ക് കീറ്റോയിൽ ഈ ഒരു നാരങ്ങ അച്ചാറിന് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ കേർഡ് റൈസിൻ്റെ മുകളിൽ കുറച്ച് ബാക്കി ഇരുന്ന ഒരു ഭംഗിക്ക് ഇട്ടാണ് കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ കേർഡ് റൈസ് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. കഴിക്കാൻ നേരത്ത് ഞാൻ ആവശ്യത്തിന് മല്ലിയിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മല്ലിയില ലാസ്റ്റ് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പം നമ്മുടെ കോളിഫ്ലവർ റൈസിലേക്ക് സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പൊക്കെ കറക്റ്റായിട്ട് ചേർക്കാം കേട്ടോ. ഞാൻ ഇന്നത്തെ മീലായിട്ട് എടുത്തേക്കുന്നത് നമ്മുടെ ഈ കോളിഫ്ലവർ റൈസും ഞാനിത് 2 ദിവസം വെച്ചിട്ടാണ് കേട്ടോ എടുക്കുന്നത്. ഉച്ചയ്ക്ക് മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. ഈ ഒരു ക്വാണ്ടിറ്റി 2 ദിവസത്തേക്ക് കാണും കേട്ടോ. എന്നിട്ട് ഒരു ഫിഷ് ഫ്രൈയും എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ ആ ഒരു ലെമൺ പിക്കിളും എടുത്തിട്ടുണ്ട് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കാം, മറക്കല്ലേ. ബൈ.